സീറ്റിംഗ് പൊസിഷൻ ഭയങ്കര കംഫർട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ BMW C4 ആണ് ഇവിടെ കിടക്കുന്നത്. വണ്ടി ഒന്ന് കൺവേർട്ടബിൾ ആക്കി ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ വേറെ ഒന്ന് തന്നെയാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അർജുൻ. വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ BMW എറണാകുളം, അത് കളമശ്ശേരി ഷോറൂമിലാണ്. അപ്പം സാധാരണ നമ്മൾ സ്കെയിൽ മോഡലാണല്ലോ അൺബോക്സ് ചെയ്യുന്നത്. ഇന്ന് ഒരു പുതുമയ്ക്ക് നമ്മൾ സ്കെയിൽ മോഡലല്ല, ഒരു 1:1 സ്കെയിലാണ് റിവീൽ ചെയ്യാൻ പോകുന്നത്. അപ്പം അത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വണ്ടിയാണിത്. അപ്പം വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. അത് എല്ലാവരുടെയും ഒരു ഡ്രീം കാർ എന്നൊക്കെ പറയാം, ഒരു സ്പോർട്സ് കാർ എന്ന് തന്നെ പറയാം. അപ്പം നമുക്ക് വണ്ടി ഒന്ന് പോയി കണ്ടിട്ട് വന്നാലോ. അപ്പം അവിടെ നമ്മുടെ വണ്ടി കിടപ്പുണ്ട്. ഇത് ഞാൻ എടുത്ത വണ്ടിയല്ല, ഇതെൻ്റെ കസിൻ ബ്രദർ എടുത്ത വണ്ടിയാണ്. അപ്പം നമ്മളിന്ന് അത് റിവീൽ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരു ഡ്രീം കാറാണ് ഒരു സ്പോർട്സ് കാർ മേടിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മുടെ BMW C4 ആണ് ഇവിടെ കിടക്കുന്നത്. അത് ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിംഗ് ആണ്. അത് പുതിയ ഷേപ്പും പിന്നെ അതുപോലെ സ്പോർട്ടി ലുക്കും എല്ലാം ആണ്. അപ്പോൾ സാധാരണ നമ്മൾ 1:18 സ്കെയിലൊക്കെ അൺബോക്സ് ചെയ്യുന്ന പോലെ നമ്മൾ നമ്മുടെ 1:1 സ്കെയിലാണ് ഇന്ന് റിവീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 2024 C4 ആണ് ഈ കിടക്കുന്നത്. അതുപോലെ തന്നെ ഒരു പേർപ്പിൾ കളറാണ്. പിന്നെ കൺവേർട്ടബിൾ ആകുമ്പം ഇതിൻ്റെ ഒരു ഫീല് പറയേണ്ടതില്ലല്ലോ. ഒരു ട്രാഫിക്കിലൊക്കെ പോയിട്ട് വണ്ടി ഒന്ന് കൺവേർട്ടബിൾ ആക്കി ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് വേറെ ഒന്ന് തന്നെയാണ്. പിന്നെ ഇൻറ്റീരിയർ എന്ന് പറയുമ്പം ഹാമൻ്റെ സ്പീക്കർ സിസ്റ്റമാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്പോർട്ടി ലുക്കായിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണ് മൊത്തം പോയേക്കുന്നത്. സാധാരണ സ്കെയിൽ മോഡൽസ് ആകുമ്പോൾ നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഇത് നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഒന്ന് ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും പറയാൻ പറ്റത്തുള്ളൂ എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഒരു കാര്യം ഗ്യാരണ്ടി ആണ്, വണ്ടി ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരിക്കും. അത് കാരണം എന്താ വെച്ചാൽ M Sportൻ്റെ ആണ് ഇതിൻ്റെ പെർഫോമൻസ് ബാഡ്ജിങ്ങും എല്ലാം വന്നേക്കുന്നത്. പിന്നെ നമുക്ക് ഇനി കമ്മിങ് ടു ദ ഇൻറ്റീരിയേഴ്സ്, എന്താ പറയണ്ടേ, ശരിക്കും ഇത് കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സ്കെയിൽ മോഡൽ മേടിച്ചാലോ. എന്തായാലും ഇതിൻ്റെ ഒരു സ്കെയിൽ മോഡൽ നമുക്ക് മേടിക്കണം, എന്നിട്ട് അതൊന്ന് റിവീൽ ചെയ്യണം. കാരണം അതിനുള്ള നമ്മുടെ 1:18 നമ്മുടെ 1:1 സ്കെയിൽ മേടിക്കേണ്ട സമയമായിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരു ദിവസം നമ്മുടെ ഡ്രീം സ്പോർട്സ് കാർ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി മേടിക്കും. നമുക്കപ്പോൾ ഇൻറ്റീരിയറും ബാക്കി ഇതിൻ്റെ എക്സ്റ്റീരിയറും എല്ലാം ഒന്ന് കിടിലും കുറച്ച് സിനിമാറ്റിക് ഷോട്ട്സ് കണ്ടിട്ട് വന്നാലോ. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു കൺവേർട്ടബിളിൻ്റെ ആ ഒരു ഫീച്ചർ ഒന്ന് കണ്ടാലോ. എപ്പോഴും ഒരു കൺവേർട്ടബിൾ വണ്ടി കയറുമ്പോഴത്തേക്കും ആഗ്രഹിക്കുന്ന ഒരു സാധനം റൂഫ് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് അടയുകയും തുറക്കുകയൊക്കെ ചെയ്യുമല്ലേ. അപ്പം നമുക്ക് നോക്കാം. കുറച്ച് പുറകോട്ടിടാം. സീറ്റിംഗ് കംഫോർട്ട് വേറെ മൂടാണ് കേട്ടോ. അടിപൊളി ലുക്ക്, നല്ല രസമുണ്ട് കേട്ടോ. ഒരു സ്പോർട്ടി ഫീലാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു റേസിംഗ് കാറിലൊക്കെ ഇരിക്കുന്ന പോലെ പക്ക സ്പോർട്ടി. നല്ല സീറ്റിംഗ് പൊസിഷൻ ഭയങ്കര കംഫർട്ടാണ്. നമ്മളെന്താ ഒരു ലൈക്ക് പണ്ടൊക്കെ ഒരു ഗെയിമൊക്കെ കളിക്കുമല്ലേ സ്റ്റിയറിംഗ് ഒക്കെ വെച്ചിട്ട്, സ്പോർട്സ് റേസിംഗ് ഒക്കെ, ആ ഒരു ഫീലാണ് ശരിക്കും. പിന്നെ അതുപോലെ iVision ആണെങ്കിലും നമുക്കൊരു ട്രാക്കിൽ ഓടിക്കുന്ന ഒരു ഫീലാണ് എത്തി കയറി കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റൂഫ് ഒന്ന് അടയ്ക്കുകയും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അപ്പോൾ നമുക്കൊന്ന് പ്രസ് ചെയ്യാം. ഇതാണ്ട് പൊങ്ങി വരുന്നുണ്ട്. അടിപൊളി, വാവ്, ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ലൈക്ക് കൺവേർട്ടബിൾ ആയിട്ട്, അതായത് റൂഫ് പുറകോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ രസം. ആ ഒരു ട്രാഫിക്കിലും അല്ലെങ്കിൽ ഒരു റോഡിലൊക്കെ ഓടിക്കുമ്പോൾ ആൾക്കാർ നോക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ഒന്ന് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഭയങ്കര മൂഡ്. ഇത് എനിക്കൊന്ന് ഇങ്ങനെ ഓടിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഫീൽ കിട്ടുന്നത്, ഈ ഒരു കൺവേർട്ടബിളിൻ്റെ.
അപ്പം ഞാൻ അർജുൻ, ഇതൊരു അർജുന. അർജുൻ BMW വർക്ക് ചെയ്യുക. അപ്പം അർജുന, നമ്മുടെ ഈ ഒരു വണ്ടീനെ കുറിച്ച് എന്തൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ, ഫീച്ചേഴ്സ് എല്ലാം ഒന്ന് പറയാമോ? നമുക്കിപ്പോൾ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു 6 സിലിണ്ടർ എഞ്ചിനാണ്. 6 സിലിണ്ടറാണ്, ഇൻലൈൻ 6 ആണ്. 345 HP വരുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു വണ്ടി മേടിക്കുന്നത് സ്വപ്നം കാണാത്തവരായിട്ട് ആരും കാണത്തില്ല. പക്ഷേ അന്നത്തെ ദിവസം ഒരിക്കലും ഉറങ്ങാൻ പറ്റത്തില്ല. നമ്മുടെ സ്വപ്നങ്ങളിൽ മൊത്തം ആ ഒരു വണ്ടിയായിരിക്കും. ഇന്ന് ആ ഒരു സ്വപ്നമാണ് ഇവിടെ നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് അവനിന്ന് ഒരിക്കലും ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം സ്വപ്നത്തിൽ എപ്പോഴും ഈ വണ്ടി തന്നെയായിരിക്കും. നമ്മൾ കാണുന്ന സ്വപ്നത്തിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ അമ്മമാർ തന്നെയായിരിക്കും. വണ്ടി നല്ല അടിപൊളി കളർ എനിക്കിഷ്ടമാണ്. ജോർജറ്റിക്ക് ഇത് കണ്ടപ്പോഴേ ഭയങ്കര. ആൻറ്റിക്ക് ആപ്പാടുള്ള പരാതി രണ്ടുപേർക്ക് ഇരിക്കാന്നുള്ളോ? ഇല്ല, എനിക്കങ്ങനെ പരാതിയില്ല. ഇല്ല എനിക്ക് പരാതിയില്ല. കാരണം വേറെ വണ്ടി കണ്ടിട്ട് നമുക്കിപ്പം ഇത് സ്പെഷ്യൽ. അതായത് ഇത്രയും പേര് നിൽക്കുന്നതിൽ ഒട്ടും എക്സൈറ്റ്മെൻറ്റ് ഇല്ലാതെ നിൽക്കുന്ന ഒരാളുണ്ട്. അതാണ് വണ്ടിയുടെ ഓണർ. നമുക്ക് പുള്ളിയെ ഒന്ന് പോയി കാണാം. അത് പുള്ളിക്ക് ലോട്ടറി, ഒരു 2 കോടി രൂപ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാൽ അവൻ്റെ എക്സ്പ്രഷൻ ഇടത്തില്ല. ഹാപ്പിനെസ് മനസ്സിൽ നിൽക്കുന്ന ഒരാളാണ്. വണ്ടി എങ്ങനെയുണ്ടോ? നല്ലതാണ്. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? കളർ യൂണിക് കളറല്ലേ? പിള്ളേർ ഇങ്ങനെ കാണാതെ. ഇനി എങ്ങോട്ടാ ഫസ്റ്റ് ഈ വണ്ടിയായിട്ട് തീരുമാനിക്കാം. ഓക്കെ. നീ എന്തൊക്കെ ചെയ്ത മോഡിഫിക്കേഷൻസ്? മറ്റേ ലോഗോ മാറ്റി 50th സെഞ്ചുറിനെ സ്പെഷ്യൽ എഡിഷൻ ലോഗോ. 50 ആണോ? 50 M-നെ 50th. ഓക്കെ. പിന്നെ ബ്രേക്ക് കാലിബേഴ്സ് റെഡ് ആക്കി. ഓക്കെ. പിന്നെ സ്റ്റാൻഡേർഡ് ആണ് ബാക്കിയെല്ലാം ഓൾമോസ്റ്റ്. നിന്റെ ആക്ച്വലി ഏതൊക്കെയായിരുന്നു ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്ന വണ്ടി? ഏതൊക്കെയായിരുന്നു ലിസ്റ്റ്? ഡിഫറെൻറ്റ് വണ്ടികളാണ്. ഈ ക്ലാസ്, റേഞ്ച് റോഡ്. ഓക്കെ. പിന്നെ ഇത് കണ്ടപ്പം ഒരു യൂണീക്ക് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ട്. ഓക്കെ. എനിക്കൊന്ന് എനിക്കൊന്ന് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇതാ. ഇതും പോർഷെ. Make all the demons quiet, yeah. We were built to thrive, yeah. I think that we've all had enough. What keeps you up at night, yeah. Make all the demons quiet, yeah. We were built to thrive, yeah. I think that we've all had enough. Oh, yeah, I think that we've all had enough. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മുടെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്.